നമസ്കാരം. ജ്യോത്സ്യൻ കെ ജെ അയ്യപ്പൻ, ശ്രീ മൂകാംബിക ജ്യോതിഷാലയം, നാരായണമംഗലം, കൊടുങ്ങല്ലൂർ. ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്രലും കന്നിക്കൂറുകാരുടെ 1201 ആണ്ടിലെ അവർക്ക് വ്യാഴം ഒക്ടോബർ 18 വരെ 10-ലും അതിനുമേൽ 11-ലും, ഡിസംബർ 5-ന് ശേഷം വീണ്ടും വ്യാഴം 10-ലും, ശനി 7-ലും, കേതു 6-ലും, കേതു 12 ഈ വർഷം 12-ാം ഭാവത്തിൽ നിന്ന് കേതു വീഴ്ച, പതനം, വാരിഭാഗങ്ങളിൽ വേദന, മറ്റ് കാര്യങ്ങളും, ശനി 7-ാം ഭാവത്ത് കണ്ടകനായി നിൽക്കിയാൽ നിവൃത്തി കാര്യങ്ങൾക്കും ദാമ്പത്യ വിരോധങ്ങളും നിവൃത്തി തടസ്സങ്ങളും അപവാദങ്ങൾക്കും, വ്യാഴം കർമ്മസ്ഥാനത്തിൽ കർമ്മവ്യാഴം കണക്ക് പറയും, 10-ൽ വ്യാഴം പടിയടക്കില്ലെന്ന പ്രമാണപ്രകാരം ഒന്നിന് വിശ്രമിക്കാൻ സമയം കിട്ടാൻ വരവിനേക്കാൾ ഉപരി ചെലവും എന്നീ യോഗം കാണുന്നു. സൂര്യചാരവശാൽ ചിങ്ങമാസത്തിൽ വീഴ്ച, പതനം, ദേഹാരിഷമനക്ലേശവും, കന്നിമാസത്തിൽ യാത്രക്ലേശങ്ങളും, തുലാമാസത്തിൽ സാമ്പത്തികപരമായി കുടുംബപരമായുള്ള വിരോധങ്ങളും ശത്രു തടസ്സങ്ങളും, വൃശ്ചിക മാസത്തിൽ കർമ്മസിദ്ധിയും ധനലാഭഗുണങ്ങളും സൽകീർത്തികളും, ധനുമാസത്തിൽ ദുഷ്കീർത്തിയും മാതൃജനാനിഷ്ഠതയും യാത്രക്ലേശങ്ങളും, മകരമാസത്തിൽ സന്താനങ്ങൾക്ക് സുഖഹീനതയും നേത്രരോഗങ്ങളും ഉദരാമയങ്ങളും, കുംഭമാസത്തിൽ വ്യവഹാരങ്ങൾ വിജയവും സന്തോഷയാത്രകളും നിവൃത്തി കാര്യങ്ങൾക്ക് നടക്കാനും ധനലാഭ ഐശ്വര്യങ്ങളും, മീനമാസത്തിൽ യാത്രക്ലേശവും ഉദരാമയങ്ങളും നിവൃത്തികൾക്ക് തടസ്സങ്ങളും അപവാദങ്ങളും, മീനമാസത്തിൽ രോഗാരിഷ്ടതകളും അപകടങ്ങളും ആപത്തുകളും, മേടമാസത്തിൽ ആയുധഭയവും പതനഭയവും പല രീതിയിലുള്ള ആപത്ത് അപകടങ്ങൾക്കും പിതൃസ്ഥാനീയർക്കും മറ്റും ദോഷങ്ങളും, ഇടവമാസത്തിൽ ക്ലേശങ്ങളും ആപത്ത് അപവാദങ്ങളും, മിഥുനമാസത്തിൽ ഉദ്യോഗഗുണങ്ങളും കർമ്മസിദ്ധിയും അഭിഷ്ടകാര്യസിദ്ധികളും, കർക്കിടക മാസത്തിൽ വാഹനലാഭവും കർമ്മപുരോഗതി സൽകീർത്തി എന്നീ ഗുണഫലങ്ങളും, ചിങ്ങമാസത്തിന്റെ ഫലം നേരത്തെ പറഞ്ഞിരുന്നു. നമസ്കാരം. ശ്രീ മൂകാംബിക ജ്യോതിഷാലയം, നാരായണമംഗലം, കൊടുങ്ങല്ലൂർ.